ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെയധികം പ്രയോജനമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് NPKക്ക് പകരമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു വളത്തിനെ കുറിച്ചിട്ട്. അതാണ് ഇന്ന് കാണിക്കുന്നത്. പൂക്കൾക്കായാലും പച്ചക്കറികൾക്കായാലും എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ വളമാണ്. നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാവാൻ പറ്റിയ നല്ലൊരു വളമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. എന്തായിട്ടും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. നമുക്കിവിടെ NPK അല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാവുന്നതും അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് നല്ലൊരു വളം നമ്മുടെ പച്ചക്കറികൾക്കായാലും പൂക്കൾക്കായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വളം അതാണ് ഇന്നിവിടെ കാണിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. അത് പഴയതായാലൊന്നും പ്രശ്നമില്ല കേട്ടോ. ഞാനിവിടെ വീഡിയോ കണ്ടിട്ട് കുറച്ചും കൂടി നല്ലൊരു ബോട്ടിൽ എടുത്തതേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് വേണ്ടത് മുട്ടത്തോടാണ് കേട്ടോ. ഇത് ഒരാഴ്ചയോളം പഴക്കമുള്ള മുട്ടത്തോടുകൾ ശേഖരിച്ച് വെച്ചിട്ടുള്ളതാണ്. അടുത്തതായിട്ട് ഉള്ളിത്തോല്, അതും ഒരാഴ്ചയോളം സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഉള്ളിത്തോലാണ് കേട്ടോ ഇത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ന്യൂസ് പേപ്പറിൻ്റെ പീസ്, അതായത് ന്യൂസ് പേപ്പർ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. സാധനങ്ങളൊക്കെ കവർ ചെയ്തിട്ട് കൊണ്ടുവന്ന ന്യൂസ് പേപ്പേഴ്സൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഉള്ളിത്തോല് സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ നിൽക്കും കേട്ടോ. ഒട്ടും സ്മെല്ലൊന്നും പുറത്ത് പോകാതെ അതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ മുട്ടത്തോട് ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊന്നും വേസ്റ്റ് ഇല്ല. ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഈ അടുപ്പിൻ്റെ അടുത്തൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ ചൂടായി കഴിഞ്ഞാൽ നമുക്കത് ദീർഘകാലം സൂക്ഷിക്കുന്നത് കൊണ്ട് ഒന്നും സ്മെല്ലും കാര്യമൊന്നും വരില്ല കേട്ടോ. മെയിനായിട്ട് വേണ്ടത് ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കൂടി ഒരു എക്സ്ട്രാ ഒന്നും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 3 നമ്മുടെ വീട്ടിൽ എപ്പോഴും വേസ്റ്റ് ആയിട്ടുണ്ടാവുന്ന സാധനങ്ങളില്ലേ, അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു NPK വളം ഉണ്ടാക്കിയെടുക്കാം. മുട്ടത്തോട് കൊണ്ട് നമ്മുടെ ചെടികൾക്ക് കാൽസ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ് ഒക്കെ കിട്ടും. അതുകൊണ്ട് മുട്ടത്തോട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കൈ വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഉള്ളിത്തോലാണ് വേണ്ടത്. ഉള്ളിത്തോലിൽ നല്ല രീതിയിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അതും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ ഏകദേശം ഒരാഴ്ചയോളം വെക്കാനുണ്ട് കേട്ടോ. ഒരാഴ്ചയോളം ഇതിങ്ങനെ അടച്ച് വെക്കണം. അപ്പോൾ നല്ല രീതിയിൽ വളമായിട്ട് മാറി വരും. ഇനി ഇത് ഒട്ടും ക്ഷമയില്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. 2 ദിവസം കൊണ്ട് തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് ഏകദേശം ഒരാഴ്ചയിലധികം വെച്ചിട്ടുണ്ട്. 7-8 ദിവസത്തോളം വെച്ചതിന് ശേഷമാണ് ഇതെടുത്തിട്ടുള്ളത്. നമ്മുടെ ചെടിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചെടി നല്ല രീതിയിൽ തഴച്ച് വളരാനും അതുപോലെ നല്ല രീതിയിൽ പൂക്കളൊക്കെ പിടിക്കാൻ സഹായിക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് വേണ്ടത് പേപ്പറിൻ്റെ കഷ്ണങ്ങൾ, ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണങ്ങളാണ്. അതും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കത്രിക ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ന്യൂസ് പേപ്പർ ഇഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ റിസൾട്ട് കാണുമ്പോൾ കുറച്ചും കൂടി മെൽറ്റ് ആവാനുണ്ടായിരുന്നു. ഞാൻ ഏകദേശം 8 ദിവസം വെച്ചിട്ടും എൻ്റെ ഇത് കുറച്ചും കൂടിയും ആവാനുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ NPK വളത്തിനെയും കുറിച്ചിട്ടാണെന്ന്. അതുപോലെ ഒരു NPK വളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതും വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്, അതും വേസ്റ്റ് ആക്കി കളയുന്ന ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്കും അതുപോലെ തന്നെ പൂക്കൾക്കും എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വളമാണ്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ചെയ്യാനൊന്ന് കുലുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാത്തിലാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നും കൂടി അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം കേട്ടോ. താഴ്ത്തി വെച്ച് കൊടുത്തിട്ട് എല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കൈയോടാക്കി കൊടുക്കുക കേട്ടോ. കൈയോടാക്കുന്നില്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടാൻ പറ്റും. ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും തുറന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിലേക്ക് പുഴുക്കൾ വരാനുള്ള സാധ്യത കൂടും കേട്ടോ. ഇതിങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പുഴുക്കൾ വരും. അതുകൊണ്ട് ഇതുപോലെ വെല്ലത്തിൻ്റെ പീസ് 2 കഷ്ണമൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വെല്ലം ഇതുപോലെ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 സ്പൂണോ അല്ലെങ്കിൽ 3 സ്പൂണോ വെല്ലം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ആ നാറ്റും കുറച്ച് കുറഞ്ഞിട്ടും, ഉള്ളിത്തോലിന് നല്ലൊരു നാറ്റാണ് കേട്ടോ, അതും കുറഞ്ഞിട്ടും. അതുപോലെ തന്നെ വെള്ളം ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ വളമെല്ലാം സെറ്റായിട്ടുണ്ടാവും, പുഴുക്കൾ വരില്ല കേട്ടോ. ഇതിപ്പം 8 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരു പഴയ അരിപ്പ എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. പഴയ ബക്കറ്റിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്നിട്ട് നമ്മൾ പഴയ ബക്കറ്റ് പഴയ പാത്രങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് കൊടുക്കുക. നല്ലൊരു വളം കിട്ടിയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണേ.
3 ഇരട്ടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ വളത്തിലേക്ക് കേട്ടോ. നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പഴങ്ങൾക്കും എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വളമാണ്. ചെടികളൊക്കെ നല്ല രീതിയിൽ തഴച്ച് വളരും കേട്ടോ ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതൊന്നും വേസ്റ്റാക്കി കളയാനില്ല. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും വളരെയധികം ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ഈ കളയുന്നതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ ബാക്കി ഈ വേസ്റ്റ് ഭാഗമൊക്കെ നമുക്ക് വേറൊരു ആവശ്യത്തിനും കൂടി ഉപയോഗിക്കാം കേട്ടോ. നല്ല രീതിയിൽ നമുക്കിതൊന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല വളമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് ഇതുപോലൊരു സ്പ്രെയറിലേക്ക് മാറ്റാം കേട്ടോ. സ്പ്രെയർ ഇല്ലാത്തവർ സാധാ നോർമൽ ബോട്ടിലില്ലേ, ആ ബോട്ടിൽ യൂസ് ചെയ്താലും മതി കേട്ടോ. അതിന് ഒരു 3-4 കുത്തിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പിൽ ഒരു 3-4 കുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു സ്പ്രെയർ ആയിട്ട് കിട്ടും കേട്ടോ. ഇതന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ചെടികൾക്കൊക്കെ കൊടുക്കാൻ. ഞാൻ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു വേസ്റ്റ് കിട്ടിയിട്ടില്ലേ, അതാണ് നമ്മുടെ ഈ കറിവേപ്പിലൊക്കെയാണ് കേട്ടോ അതിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. നല്ല രീതിയിൽ കറിവേപ്പിലൊക്കെ തഴച്ച് വളരാനൊന്ന് സഹായം ഈ വേസ്റ്റാണ് നമ്മുടെ ഈ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലൊക്കെ നല്ല ഇലയും അതുപോലെ തന്നെ നല്ല രീതിയിൽ തഴച്ച് വളരാൻ ഇത് സഹായമാണ് കേട്ടോ. എല്ലാവരുടെയും വീട്ടിൽ വേസ്റ്റായിട്ട് വരുന്ന ഈ സാധനങ്ങൾ വെച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നല്ല വളമാണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക്. നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ തഴച്ച് വളരാനും നല്ല രീതിയിൽ പൂക്കളൊക്കെ പിടിക്കാനും എല്ലാത്തിനും വളരെയധികം സഹായമായിട്ടുള്ളൊരു വളമാണ്. എല്ലാവരും എന്തായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും വേസ്റ്റാണെന്ന് വിചാരിച്ച് ചാടുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മുടെ ചെടികൾക്ക് ഒരാഴ്ചക്കുള്ള നല്ലൊരു വളം ഉണ്ടാക്കാം കേട്ടോ ഇത് വെച്ചിട്ട്. ഇനി അടുത്ത ഒരാഴ്ചത്തേക്ക് ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മൾ അടുത്ത ആഴ്ചത്തേക്കുള്ള ട്രിപ്പായിട്ടുണ്ടാകും കേട്ടോ. ഇത് മാത്രം മതി നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ തഴച്ച് വളരാനും അതുപോലെ നല്ല രീതിയിൽ പൂക്കൾ പിടിക്കാനും കായകളൊക്കെ പിടിക്കും കേട്ടോ. ഇതൊറ്റ ഒന്ന് മതി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മനുഷ്യർക്ക് വളരാൻ കാൽസ്യത്തിൻ്റെ വിറ്റാമിൻസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ചെടികൾക്കും ഇതൊക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ കൊടുത്താൽ മാത്രമേ നമുക്കും ചെടികളിൽ നിന്ന് പൂക്കളൊക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ല രീതിയിൽ കായകൾ കിട്ടുള്ളൂ കേട്ടോ. മുന്നേ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തും ചെടികളുണ്ട് പക്ഷേ പൂക്കളൊന്നും പിടിക്കുന്നില്ല എന്ന്. അതിന് കറക്റ്റായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തൊക്കെ നല്ല റിസൾട്ട് കാണാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ പിടിക്കാനും തുടങ്ങും കേട്ടോ. എല്ലാവർക്കും പൂക്കളും അതുപോലെ കായകളൊക്കെ ഉണ്ടാവാൻ ഇത് വളരെയധികം ഹെൽപ്പാകുന്ന ഒരു വീഡിയോ ആണ്. പച്ചക്കറിത്തോട്ടത്തിലും അതുപോലെ ഗാർഡനിലൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വളമാണ്. ആരും ഡയറക്റ്റായിട്ട് ഇനി ഉള്ളിത്തോലും അതുപോലെ തന്നെ മുട്ടത്തോടൊന്നും കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ ഗാർഡനിലൊക്കെ കൊണ്ടുപോയിട്ട് ഇടേണ്ട കേട്ടോ. അതൊക്കെ ഇടുമ്പോൾ പിന്നീട് കാണുമ്പോൾ അതൊരു ബോറല്ലേ. ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ കാണാനും ഒരു നല്ലൊരു ലുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതൊക്കെ വേസ്റ്റായിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു ചെടീൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തതിന് ആ ചെടിക്കും വളമായിട്ട് കിട്ടും കേട്ടോ. ഞാനിവിടെ കറിവേപ്പിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഏതെങ്കിലും ചെടിക്കും കൊടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് കൊടുത്താൽ മതി. നല്ല റിസൾട്ട് കാണാൻ പറ്റും. ഇതിലൊന്നും കെമിക്കലൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ നമ്മുടെ പച്ചക്കറികളൊക്കെ കഴിക്കാനും പറ്റും കേട്ടോ. അധിക പേരും ചെയ്യുന്നത് ആ ഉള്ളിത്തോലും മുട്ടത്തോടൊക്കെ കൊണ്ടുപോയിട്ട് നേരെ പൊടിച്ചിട്ട് ചെടികളെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കുക. അതങ്ങനെ ഇടയില്ല കേട്ടോ. അതിടുമ്പോൾ കാണാനൊരു ഭംഗിക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ചെടികൾക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടുകയും ചെയ്യും. അതുപോലെ നല്ല കാണാനുള്ള ഭംഗിയും ഉണ്ടാവും. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവർക്കും സക്സസ് ആവും കേട്ടോ. എന്തായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ കുഞ്ഞു പച്ചക്കറിത്തോട്ടത്തിലുള്ള കായ്കളും വിശേഷങ്ങളാണ് ഈ കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ മറക്കാതെ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്.